കണിയൊക്കെ കണ്ട് അമ്പലത്തിൽ പോയി തൊഴുത് നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരുടെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ എന്തായാലും നമ്മുടെ ഇതിന് മുന്നേ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വിഷു ഒരുക്കങ്ങൾ, നമ്മുടെ ഇന്നലത്തെ വിഷു ഒരുക്കങ്ങളും വിഷുക്കണി ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ. അപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ തലേ ദിവസത്തെ ഒരുക്കങ്ങൾ. ഞാനിതാ വൈകിട്ട് മേലൊക്കെ കഴുകി നേരെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് നമ്മളിങ്ങനെ ഉണ്ണിയപ്പം കൂടെ അതിൽ വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഏരിയയിലേക്ക് അതില്ല. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ എല്ലാം അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓരോ വർഷങ്ങളായിട്ട് എന്തൊക്കെയാണ് ഇല്ലാത്ത അതൊക്കെ വാങ്ങി 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 നമ്മളങ്ങനെ റെഡിയാക്കുകയാണ്. മെയിനായിട്ടുള്ള കണി വെക്കുന്ന ആൾ രമേശേട്ടനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് സത്യം പറഞ്ഞാൽ വിഷു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണി ഒരുക്കും കാർഷികമായിട്ടുള്ള കാര്യങ്ങളാണെന്നല്ലാതെ വിഷു എന്നുള്ളത് എന്താണെന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ എത്ര പേർക്കറിയാം എന്താണ് വിഷു? വിഷു എന്നുള്ള വാക്ക് എങ്ങനെയാണ് വന്നത് എന്ന് അറിയുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഞാനിത് ഇപ്പം അടുത്ത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി അറിവായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. വിഷു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ വിഷുവത് എന്ന വാക്കുന്ന അത്ര ഉണ്ടായത്. അതായത് പകലും രാത്രിയും ഒരുപോലെ 12 മണിക്കൂർ വീതം വരുന്ന ദിവസമാണ്. അപ്പോൾ സൂര്യൻ മേടരാശിയിലേക്ക് കിടക്കുന്ന ഈ സമയം പ്രകൃതിയിലെല്ലാം സമമാണ്. അപ്പോൾ ആ ഒരു സമത്വത്തിൻ്റെ സന്ദേശമാണ് വിഷു എന്നതാണ് പറയണത് കേട്ടോ. പിന്നെ കണിയെപ്പറ്റി ഞാൻ മുന്നത്തെയും വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. കണി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എന്താ പറയുക, നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ ഉണർത്താനാണ് കണി കാണുക എന്നാണ് പറയുക. അതായത് നിലവിളക്ക് അഗ്നിയായിട്ടും വാൽക്കണ്ണാടി വായു ആയിട്ടും സങ്കല്പിക്കും. കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കുമ്പോൾ നമ്മൾ സ്വന്തം മുഖം കാണാൻ വേണ്ടിയിട്ട് മിറർ വെക്കുമല്ലോ, അതിന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, അതായത് ഞാനും ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവാണ്. അത് നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, നമ്മൾ തത്വമസി, അതായത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്നുള്ളൊരു ഇത് തന്നെയാണ് ഈ ഒരു വിഷു കണിയിലൂടെയും മനസ്സിലാക്കുന്നത് എന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബുക്ക് വെക്കുന്ന അറിവിൻ്റെ ഗ്രന്ഥ ആകാശത്തെയും മഞ്ഞക്കണി വെള്ളരി ഭൂമി ദേവിയും അതുപോലെ തന്നെ കിണ്ടിയിലെ തീർത്ഥം ജലത്തെയും പ്രതിനിധീകരിക്കുകയാണ്. അങ്ങനെയാണ് ആ പഞ്ചഭൂതങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തായാലും കണിയിൽ വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 5ഉം കാണുമ്പോൾ എന്താ പറയുക, ആ ഒരു പ്രപഞ്ചം നമ്മളിലേക്കും നിറയുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണി ഒരുക്കുന്നത് എന്നതാണ് സങ്കല്പം. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്കും കൂടെ പകർന്നു തരാൻ എനിക്കും കൂടെ തോന്നിയിട്ടോ. കാരണം ഇതറിയാത്ത കുറേ പേരുണ്ടാവും. അങ്ങനെ ഇതേ നമ്മുടെ കണി റെഡിയായി എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 5 മാത്രമായാലും നമുക്ക് കണി കാണാൻ അത് മാത്രം മതി കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരു ഭഗവാന്റെ രൂപം മാത്രമാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്നുള്ളതല്ലേ. അപ്പോൾ കണി ഒരുക്കങ്ങളൊക്കെ റെഡിയായി. ഇപ്രാവശ്യം ആലവട്ടാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു സ്ഥലത്താണ് നമ്മളിപ്രാവശ്യം കണി വെച്ചിട്ടുള്ളത്. അതൊരു ഭയങ്കര രസമായിട്ട്. അപ്പോൾ ഇനി പോയി കിടന്നുറങ്ങി ഇതേ രാവിലെ രമേശേട്ടനാണ് രാവിലെ ഫസ്റ്റ് എണീറ്റ് വിളക്ക് കൊളുത്തുന്ന ആൾ. അതിനുശേഷം ഞങ്ങളെയൊക്കെ വിളിക്കും. വീട്ടിലെ കാരണന്മാരാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ എന്നെ കണി കാണിക്കുന്നത് രമേശേട്ടനാണ്. ആ ഒരു പതിവ് ഇപ്പോഴും തെറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് നിർത്തി നന്നായി തൊഴുത് വിഷുക്കൈ നീട്ടവും വാങ്ങിക്കും രമേശേട്ടൻ്റെ കയ്യിൽ നിന്ന്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിൽ 1 or 2 വിഷു തന്നെ കൂടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നാട്ടിലെ കുറേ പേരുടെ വിഷുക്കൈ നീട്ടവും അതൊക്കെ മിസ് ചെയ്യുമെന്നുണ്ടെങ്കിലും നമ്മൾ 3 പേരും ഇതിൽ ഹാപ്പിയാണ്. നമുക്ക് പറ്റുന്ന പോലെ അല്ലേ വിഷുക്കൈ നീട്ടും ഒക്കെ നമ്മുടെ ആ ഒരു റൂട്ട് ആൻഡ് കൾച്ചർ നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും അത് പകർന്നു കൊടുക്കുക, അത് കുട്ടികളും കൊണ്ടുപോകണം എന്നൊക്കെയാണ് ആഗ്രഹം. അതൊക്കെ നടക്കുമെന്നറിയില്ല. എനിക്ക് ഇങ്ങനത്തെ ട്രഡീഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ 2 പേരും കണി കണ്ട് ഇനി നമുക്ക് ശരിക്കും നിങ്ങൾക്കും കൂടെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു കണി അങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. വിഷു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുല്ലോ. അപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ വിഷു ഡേയിലേക്ക് വരാം. നമ്മുടെ കണി നല്ല അടിപൊളിയായി ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 സ്റ്റെപ്പായിട്ട്. ഇനി നമ്മൾ എല്ലാ പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെയാണ് വെച്ചത്. നമ്മുടെ ഈ പുതിയ വീട്ടിലെ 2ാമത്തെ വിഷുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നത്. എന്ത് രസമല്ലേ, 3 തട്ടായിട്ട് എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. നല്ല ഒരു കോമ്പാക്റ്റ് ആയിട്ട് നല്ല ഒതുക്കത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ
അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ വെക്കാൻ മറന്നു. വലിയ കാര്യത്തിൽ ഇന്നലെ മുല്ലപ്പൂവൊക്കെ വാങ്ങിയതായിരുന്നു, പക്ഷെ വെക്കാൻ മറന്നു. ഇപ്പോൾ വന്ന ഉടനെ തന്നെ വെച്ചിട്ടുണ്ട്. മിത്തുക്കുട്ടിക്കും ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരിത്തിരി വെച്ചിട്ടുണ്ട് കേട്ടോ. മിത്തുവിൻ്റെ സ്കൂൾ കുറേ ലീവ് എടുക്കാൻ പറഞ്ഞു, പക്ഷേ ഇന്ന് എന്തോ അത്യാവശ്യമായിട്ടുള്ള എന്തോ പ്രൊജക്റ്റും കാര്യങ്ങളുണ്ട്, അപ്പം മിസ്സായ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ 10th അല്ലേ, അപ്പം ഞാനും അധികം ഇൻറ്റേർണൽ മാർക്സ് ഒക്കെ ഭയങ്കര ഇതല്ല, അപ്പം ഞാനും അധികം ഇതാക്കി നിർബന്ധിച്ചില്ല. എല്ലാ വർഷവും നമ്മൾ വിഷു ഓണം മിത്തു ലീവ് എടുക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ലീവൊന്നും കിട്ടില്ലല്ലോ. ഇന്നലെ ഇപ്പോൾ 14th വരുന്ന വെച്ചാൽ ലീവായിരുന്നു, അംബേദ്കർ ജയന്തി ഇന്നലെ ലീവായിരുന്നു. പക്ഷെ 15th പോയില്ലേ, സാറില്ല ഉച്ചയാകുമ്പോഴേക്ക് എത്തൂല. അപ്പോൾ സദ്യ കഴിക്കാറാകുമ്പോഴേക്ക് എത്തും. ഇന്ന് നല്ല സദ്യ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ഇഡ്ഡലി സാമ്പാറും മാത്രം രാവിലെ ഉണ്ടാക്കിയത്. അതന്നെ ടിഫിനിൽ തൽക്കാലം ഒന്ന് കൊടുത്തേച്ചു വന്നിട്ട് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും എൻ്റെ ഈ ഒരു സാരി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. നല്ല കംഫർട്ടാണ്. ഞാൻ ഇതെല്ലാം ഉടുത്തിരുന്നത് ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോൾ. ഇത് അതിൻ്റെ ബ്ലൗസ് അല്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോൾ ഇതിൻ്റെ സെറ്റ് മുണ്ടാണ് ഉടുത്തത്. പക്ഷെ എനിക്ക് സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ ഒരു രസവും തോന്നുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഉടുക്കാൻ. പിന്നെ ഭയങ്കര ചൂടൊക്കെ ഫീൽ ചെയ്യുക, ആകെ രസമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പിന്നെ അപ്പോൾ വേഗം ഉടുത്താണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൽക്കോട്ടനാണ് ഞാൻ ഇനി വാങ്ങുള്ളൂ. എന്ത് സുഖം, നമ്മൾ സാരി ഉടുത്തുണ്ടെന്നേ തോന്നില്ല. അതാണ് ഈ മൽക്കോട്ടൻ്റെ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര എന്താ ഈസി ബ്രീസി അങ്ങനത്തെ ഒരു സാരിയല്ലേ ഉടുക്കാനും, അതേപോലെ ഇങ്ങനെ വെറുതെ ഒതുക്കി കെട്ടാനും ഒക്കെ സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെടുക്കാം എന്നുള്ളത്. ഞാനിതിങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റോക്കായി പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും ഞാൻ ടാഗ് ചെയ്യാം. അപ്പം ഇനി വേഗം ഭക്ഷണം കഴിച്ച് സദ്യ പരിപാടികൾ നോക്കട്ടെ. അതേ ഉള്ളൂ ഇന്നത്തെ വിഷുവിന്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കണി നല്ല സൂപ്പറായി. പിന്നെ ഇവിടെ ചെറിയൊരു ഡെക്കറേഷൻ വിഷു ആയതുകൊണ്ട് ഞാൻ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ഉരുളിയാക്കി ബാസ്ക്കറ്റൊക്കെ മാറ്റി, അങ്ങനെ ചെറിയ കൊച്ചു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി കൂടുതലും പരിപാടികളൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ എല്ലാ കൊല്ലം. ഇപ്രാവശ്യം ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ 15th വന്ന കാരണം എല്ലാവർക്കും കോളേജും എല്ലാവരും വർക്കിങ്ങും ആണ്. അപ്പോൾ ആർക്കും ലീവ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല. വിഷുവിൻ്റെ എന്താ പറയുക, ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടികൾ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ നോക്കുകയാണ് ഞാൻ. നാട്ടിൽ നിന്ന് ഓൾറെഡി നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മഞ്ഞ ആ ഡ്രസ്സ് ഇട്ടിട്ട്. അത് ഉൾട്ടായി പോയി എടുത്തത് എന്ന് മാത്രം. അപ്പോൾ ആ ഡ്രസ്സിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു വിഷുവിനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊന്നും നോക്കട്ടെ. എല്ലാവരും എന്ത് രസമായിട്ടല്ലേ വിഷുവിൻ്റെ കണിയൊക്കെ ഒരുക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ എല്ലാവരും കണി ഒരുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വിഷുവിൻ്റെ, ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. ആ വിഷു എങ്ങനെ വന്നു, എന്താണ് വിഷു, അതൊക്കെ എനിക്കിപ്പോൾ കിട്ടിയ അറിവാണ് കേട്ടോ. കുറേ പേർക്കൊന്നും കുറേ പേർക്കല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നല്ല രസമായി. നമുക്ക് പുതിയൊരു കാര്യം അറിഞ്ഞിട്ട് നമ്മൾ കണി വെക്കുമ്പോഴും അതേപോലെ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ ഓരോ വർഷവും നമ്മൾ എന്തൊക്കെ വെക്കണം എന്നുള്ളതൊക്കെ കൂടുതൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്നാലും ഏതെങ്കിലുമൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാം. അപ്പോൾ ഒരുവിധെല്ലാം സെറ്റപ്പും ആയി തോന്നുന്നുണ്ട് നമ്മുടെ വിഷുക്കണിയുടെ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാ ഇത് തുടങ്ങാൻ പോകണുള്ളൂ എന്നാ. എനിക്ക് സത്യം പറയട്ടെ, എനിക്ക് അസലായിട്ട് കേട്ടപ്പോൾ ശരിക്കും നന്നായിട്ട് ഈ ഡ്രസ്സൊക്കെ മാറ്റി ചുരിദാർ. അതെന്താ അറിയോ, നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ എന്തിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നേരത്തെ എണീക്കും. അപ്പൊ നേരത്തെ നീച്ച് കഴിഞ്ഞാലേ പെട്ടെന്നൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോട് വീട്ടില്ല ഒരു മയക്ക. ഇത് ഓണത്തിന് കുറച്ച് കൂടും, കാരണം എന്താ വെച്ചാൽ പഴവും പപ്പടം കൂടി അടിച്ചു കയറ്റും. പിന്നെ പഴം പപ്പടം കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സദ്യക്കൊന്നും ഒരു രാത്രി 12-12:30 കിടക്കാൻ. അത് കഴിഞ്ഞ് രാവിലെ പിന്നെ മിത്തുവിന്റെ സ്കൂളും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഹറിബറി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ ഇങ്ങനെ നീച്ച ആ സമയത്ത് തന്നെ ഞാൻ സദ്യ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോ മിത്തുവിന് പോകേണ്ട കാര്യം കൂടെ ആയ കാരണം അതിനുള്ള ടൈം കിട്ടിയില്ല. ശരിക്കും കടന്നുറങ്ങാൻ തോന്നുക. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, നാട്ടിലാണെങ്കിൽ ഇപ്പം നാട്ടിലാണെങ്കിലും വീട്ടിലൊക്കെ അധികം പേരും സദ്യ വാങ്ങിക്കുക ചെയ്യുക. ആരും വെക്കാറില്ല. കാരണം വില കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഭയങ്കര കുറവാണ്. ഒരു ഇലയ്ക്ക് പോലും വളരെ അല്ലേ വെക്കണവര് കുറവാണ്. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മൾ എല്ലാവരും വരുമ്പോൾ എല്ലാവരും വാങ്ങുക ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് ഉച്ചവരെ അമ്മമാരും നമ്മളൊക്കെ ഇരുന്ന് പണിയെടുക്കുന്നതിനേക്കാളും നല്ലത് ആ സദ്യ അങ്ങോട്ട് വാങ്ങുക എന്നുള്ള. മാത്രമല്ല നല്ല ടേസ്റ്റ് അല്ലേ പാലടയൊക്കെ. നാട്ടിലെ സദ്യയുടെ ഞാൻ പറയണം, നാട്ടിലെ സദ്യയുടെ പാലട വെറുതെ ആര് കൊടുത്താലും ആ പാലടയും പരിപ്രഥമനും സദ്യക്ക് ഇങ്ങനെ ക്ലാസ് ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഏരിയയിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് എത്രയായാലും സത്യം പറയട്ടെ, എനിക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യാറില്ല. അത് പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ നാട്ടിലെ രുചി. ഇവിടെ മുംബൈയിൽ എന്ന് പറഞ്ഞാൽ പല നാടുകളത്തെ ആളുകളല്ലേ ഫുഡ് ഉണ്ടാക്കുക. അപ്പം നമുക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിലെ ടേസ്റ്റേ ആവില്ല ഫീൽ ചെയ്യുക.
അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സദ്യ ഞാൻ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ പായസമാണെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ആ സദ്യയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഇലയ്ക്ക് 3 പേർക്ക് സുഖമായി കഴിക്കും. ഒരു ഇല വാങ്ങിയിട്ട് ഞാൻ സുഖമായി കിടന്നുറങ്ങിയായിരുന്നു. ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കും. കാരണം എനിക്ക് അതാണ് ഒരു ഫീൽ. അല്ലെങ്കിൽ എനിക്ക് വേറെ ഏതൊക്കെയോ നാട്ടിലെ സദ്യയുടെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അതൊരു ഫീലായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഇന്ന് ഫുൾ സദ്യ ഒന്നുമില്ല, വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രം. പായസം ഉണ്ട്. പക്ഷെ എനിക്ക് പായസം കുടിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഞാൻ പറയാൻ വഴിയേ, അതൊക്കെ ഒരു സംഭവമാണ്. അപ്പോൾ അതാണ്, അതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഉരുളി കണ്ട. അപ്പം ഞാൻ ആദ്യം ഒരു സൈഡിൽ ഇവിടെ പായസം വെക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ആണ് കേട്ടോ പ്രാവശ്യം വാങ്ങിയത്. അതാവുമ്പോൾ നമുക്ക് പണിയും കഴിയും, പിന്നെ നല്ല ആ ഒരു പാലടയുടെ ടേസ്റ്റുള്ള മിൽമയുടെ പാലട മിക്സ് അടിപൊളിയാണ്. ഇപ്പം ഞാൻ പ്രാവശ്യം വാങ്ങിച്ചത് ബ്രാഹ്മിൻസിൻ്റെ ആണ്. നോക്കട്ടെ ആ ഒരു പെർഫെക്റ്റ് സദ്യ പാലട ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു അതായിരിക്കും നല്ലത്. പരിപ്രഥമനൊന്നും പ്രാവശ്യം ഉണ്ടാക്കാൻ വയ്യ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗർ കട്ടാണ്. ഷുഗർ ഉണ്ടോ? അല്ല, ഷുഗർ ഒന്നുമില്ല, ഷുഗർ കട്ട് ചലഞ്ച് ആയതുകൊണ്ട് ഇപ്പൊ ഞാനൊന്ന് മെലിങ്ങില്ലേ. നാട്ടിൽ വന്നേക്കാളും 8 days ആയി വിത്തൗട്ട് ഷുഗർ, കംപ്ലീറ്റ് ഒരു ഡയറ്റ് പ്ലാനിലാണ്. ഇങ്ങനെ ഡയറ്റീഷ്യനെ കണ്ടിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ. അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് പണി. ഞാനിങ്ങനെ തടിച്ച് മെലിങ്ങൊക്കെ ഇരിക്കും. പക്ഷെ പറ്റാവുന്ന ദിവസം ഇങ്ങനെ നോക്കുമ്പോ എന്താ വെച്ചാ നാട്ടിലൊക്കെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല. ബാക്കിയുള്ള സമയം കൊണ്ട് നമ്മൾ ആ ഒരു തടി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് വരും. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. കാരണം എനിക്ക് സാരി കൊടുത്തിട്ടൊന്നും ഈ ചൂടത്ത് ഇങ്ങനെ ഒന്നും പണിയെടുക്കാൻ വയ്യ. അപ്പൊ ഡ്രസ്സ് മാറ്റി. ഈ ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ. ഇതൊരു വിഷു തീം ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ചക്ക നല്ല സൂപ്പർ ചക്ക അല്ലേ, നല്ല അടിപൊളി. ഇപ്പൊ കണിക്ക് വെച്ചതല്ലാതെ കുറച്ചും കൂടി ഇരിക്കണ്ട. അപ്പൊ ആ ചക്ക അടിപൊളിയാണ്. പിന്നെ മാങ്ങാക്കൂട്ട്. അപ്പൊ ആദ്യം പായസം അങ്ങോട്ട് ഇടട്ടെ. ഇന്ന് വളരെ സിമ്പിളാണ്. കുറെ നേരം നമ്മളങ്ങനെ കുറേ സദ്യ വിഭവം ഒന്നും ഉണ്ടാക്കുന്നില്ല. വെരി സിമ്പിൾ. അപ്പൊ ഞാനത് എന്താ വെച്ചാൽ പായസം അതിലിട്ടത് രംഷേട്ടിന് പണി കൊടുക്കാം. അപ്പൊ രംഷേട്ട് ഇരുന്ന് ഇളക്കിക്കോളും. ഇതൊന്നും ഇളക്കണം, കാരണം ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള പണികളൊക്കെ നിക്കതാ. ആ നേരം കൊണ്ട് ഞാൻ ഇവിടെ അവിയലും ഓലനും വേഗം ഷടപടയെ പറഞ്ഞ് വെക്കട്ടെ. ഒരു തോരനും കൂടെ ഉണ്ടാക്കണം. കാളനൊന്നും ഉണ്ടാക്കുന്നില്ല. ഒന്നാമത് കാളൻ എന്ന് പറഞ്ഞാൽ രംഷേട്ടന് ആ ഓത്തന്റിക് കാളൻ ഇഷ്ടം. നല്ല പുളിയില്ല, അതെന്തായാലും പറ്റില്ല. കാരണം ഇവിടെ പുളിയുള്ള അത് ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഇതാണ്, ഇൻസ്റ്റന്റ് ആണ്. പക്ഷെ ഈ പാലട ഞാൻ ആദ്യമായിട്ടാണ് പായസം മിക്സ് ഉപയോഗിക്കുന്നത്. ഇതില് ഇതുണ്ട് അണ്ടിപ്പരിപ്പും അതുപോലെ ഏലക്ക. പാലടയിൽ അതൊന്നും ഇടില്ല ആക്ച്വലി. അണ്ടിപ്പരിപ്പ് ഒന്നും ഇടാൻ പാടില്ല പാലട എന്ന് പറയുമ്പോ അല്ലെ. മിൽമട അങ്ങനെയല്ല. മിൽമട പെർഫെക്റ്റ് ആണ്. മിൽമട പ്രാവശ്യം കണ്ടില്ല അവിടെ. ശരിക്കും നമ്മൾ സദ്യ പാലട പോലെയാണ്. പ്രശ്നം കിട്ടിയില്ല. ഇതിൽ ഏലക്കായ കിട്ടില്ല. ഏലക്കായും അണ്ടിപ്പരിപ്പൊന്നും ശരിക്കും പാലടയിൽ ഇടാൻ പാടില്ല. എന്തായി പായസം? കുറുകിയാ? അതെ, 1 മണിക്കൂറായി കുറുക്കണു ഇവിടെ ഇരുന്നിട്ട്. രമേശേട്ട പായസം കുറുക്കണ നേരം കൊണ്ട് ഞാനിവിടെ അവിയലുണ്ടാക്കി, ഓലൻ ഉണ്ടാക്കി, മാങ്ങാക്കൂട്ടൻ ഇതാ ഓൾമോസ്റ്റ് ആയി. ഇനി ചോറും കൂടെ വെക്കണ്ടു. ഒരു ക്യാരറ്റ് തോരനും കൂടെ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അടിപൊളിയാ? ഞാൻ കുടിച്ചോളൂ. സൂപ്പർ. നല്ല കുറുകി. ഇനി ഇരിക്കും തോറും ഒന്നും കൂടെ കുറുകേ. ഇവിടെ കിടന്നുറങ്ങാ. ശരിക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ വിഷൊക്കെ കഴിഞ്ഞ ഒരു സിനിമയൊക്കെ കാണാൻ പോയി അല്ലേ. ഇന്നിപ്പോ മിത്ത് വരാൻ തന്നെ പിന്നെ ലേറ്റ് ആവും. പിന്നെ മിത്തുന് ക്ലാസ്സസും ഉണ്ട്. അപ്പൊ നമ്മുടെ സദ്യ എന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. ചോറും കൂട്ട റെഡി ആയിട്ടുണ്ട്. കുഞ്ഞ് വിഷു സ്പെഷ്യൽ പായസം. പഴംപുളിശ്ശേരി അല്ല, മാമ്പഴ പുളിശ്ശേരി, ഓലൻ, അവിയല്, അച്ചാറ്, അങ്ങനത്തെ ഇത്യാദി സംഭവങ്ങൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി കഴിക്കാം. മിത്തുക്കുട്ടിക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പപ്പടം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു. ഹലോ, കുട്ടി അങ്ങനെ സ്കൂളിൽ നിന്ന് എത്തിയിട്ട് ഇതേ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. എന്നോട് രാവിലെ തന്നെ മുല്ലപ്പൂ എടുത്ത് വെക്കാൻ പറഞ്ഞ് ഞാൻ മിത്തുവിനൊരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് മേലൊക്കെ കഴുകി മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടാണ് സദ്യ കഴിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ഇന്ന് സദ്യ ഉണ്ടാക്കിയത് മിത്തുവിന് വേണ്ടി മാത്രമാണ് കേട്ടോ. മിത്തുവിൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. മാങ്ങാക്കൂട്ടാൻ, ഓലൻ, അവിയൽ, പായസം അല്ലേ. കഴിച്ചോളൂ. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ എന്താ വിഷുന്ന്? അതന്നെ. ഇന്ന് സിനിമ കാണാൻ പോവാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ മിത്ത് വന്നപ്പോഴേക്കും സിനിമ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തില്ല. അല്ലെങ്കിൽ വാഴ കാണാൻ പോവായിരുന്നു. ഒന്ന് ലീവ് എടുത്തോളം പറഞ്ഞല്ലെങ്കിൽ 100 പ്രാവശ്യം വാഴ കാണാൻ പോവായിരുന്നു. ഇനിയിപ്പോൾ ലീവില്ല. ഒരാള് പായസം അടിച്ച് കേറ്റുണ്ട്. എന്തായാലും സ്വന്തം കുറുക്കിയ പായസം ഇഷ്ടമായിരിക്കണം. അല്ല, നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെയും കൂടെ കഴിക്കാൻ പറഞ്ഞതാ രംഷേട്ടനോട്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ കുറുകിയപ്പോൾ? അല്ല, നല്ല കുറുകിയിട്ടുണ്ട്. അത് നല്ല പണിയായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂർ നിന്ന് കുറുകിയിരിക്കണം. എനിക്ക് കണ്ടപ്പോഴും തോന്നി നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ മിൽമയുടെ എന്താ വെച്ചാൽ സദ്യയുടെ അതേ ഫീൽ ആവും. ഇതും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ കളറൊന്നും ആ പിങ്ക് അത് മീൻസ് ആ ഒരു അടടത് വന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പറയണ്ട രംഷേട്ടൻ. ഒരു പില്ലോ ഇവിടെ തന്നെ ഇത് കിടന്നോളൂ, സുഖമായിട്ട് കിടക്കുക. ഇനി വൈകുന്നേരം ചക്ക ഉണ്ട് കഴിക്കാൻ. ഒരു ലോഡ് ചക്ക ഉണ്ട് നമ്മൾ വാങ്ങിയ, നല്ല പഴുത്ത ചക്ക. അതൊക്കെ അല്ല, അത് കേട് വന്ന് പോവാം. അല്ലെങ്കിൽ നല്ല ചക്ക കേട്ടോ, അടിപൊളി ചക്ക. ഞാൻ ഒരു പീസ് കഴിച്ചു നോക്കി, നല്ല ചക്ക. അപ്പോൾ ഇന്നത്തെ വിഷു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷു നന്നായി എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വർഷം സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വ്ളോഗും അടുത്ത വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ.